ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ട് ഐ മെയ്ഡ് ഇൻ എ ഡേ. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്പത്തിനുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേനും നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച് വരും കേട്ടോ. അങ്ങനെ അപ്പത്തിന് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദുമോൻ എണീറ്റ് വന്നു. അവനെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ നമ്മൾ വന്ന് കടലക്കറിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ കടലക്കറിക്കും സാമ്പാറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു മല്ലിയിലയ്ക്ക് പകരം ഇടാൻ പറ്റിയതാട്ടോ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇല. അതൊക്കെ ഇട്ട് നമ്മുടെ കടലക്കറി മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയായി വന്നപ്പോൾ അപ്പവും ചുട്ടെടുത്തു കേട്ടോ. അപ്പത്തിൽ അഭ്യാസം കാണിച്ച് ഒരപ്പം എൻ്റെ കയ്യിൽ നിന്ന് താഴെയൊക്കെ പോയേ. അങ്ങനെ അപ്പവും മാറ്റി വെച്ച് അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറാണ്. സാധാ അരി വെച്ചിട്ടല്ല, നമ്മൾ പച്ചരി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാട്ടോ. അങ്ങനെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വറുത്ത് മാറ്റി. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട് പെടാപ്പാട് വിട്ടുപോയി കേട്ടോ. ഇത് തീരെ നമുക്കങ്ങ് വശമില്ലാത്ത പരിപാടിയാണ്. എങ്ങനെയൊക്കെയോ അതങ്ങനെ കത്തിച്ചെടുത്ത് അത് റെഡിയാക്കി. പിന്നെ നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തിരുമ്മി നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ വെന്ത് വന്നു. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് വേണമല്ലോ, അപ്പോൾ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയെല്ലാം ചിരണ്ടി അതൊക്കെ അരയ്ക്കണമായിരുന്നു. പിന്നെ നമ്മൾ സാലഡിനുള്ള സബോളയൊക്കെ അരിഞ്ഞ് തിരുമ്മി വെച്ചു. നമ്മുടെ പരിപ്പിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി, സാലഡും റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കിയൊക്കെ ഇങ്ങെടുത്തു. പിന്നെ നമ്മൾ പരിപ്പിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ചിങ്ങെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വൈകുന്നേരം ഇതൊക്കെ തന്നെയായിരുന്നേ.